ചേച്ചി പറയാണ് ഈ പെൺകുട്ടിയുടെ വാർത്ത. ഈ പെൺകുട്ടിയോ ഇത് ഈ കുട്ടിയുടെ ആണല്ലേ? എന്റെ ചേച്ചി 56 വയസ്സായി. ഞങ്ങൾക്ക് ഇത് ആൺകുട്ടിയാണ്, അതാണ് പ്രത്യേകത. ചേച്ചി 56 വയസ്സായി, കുട്ടിയാണോ ഇത്? പിന്നല്ലേ ചേച്ചി കരുതുന്നല്ല, ഇതൊക്കെ അങ്ങ് പ്രായം ഉറഞ്ഞം കിടക്കുക അല്ലേ? ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ചേച്ചി അങ്ങോട്ട് പോവാ. ഞാൻ ഇവിടെ വന്നതാ. ഇവിടെ വന്നാ ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ട് വന്നതാ. ഓ സൂപ്പറായി ചേച്ചിയുടെ. സാറിന്റെയും മിസ്സിന്റെയും ഒക്കെ നല്ലൊരു ഫാനാണ് ഞാൻ. ഞാൻ പഴയലിക്കടി സ്കൂളില് റിട്ടയർ ചെയ്ത ടീച്ചറാണ്. കോവിഡ് സമയത്ത് 1 മുതൽ 7th വരെ ഏതിലും ഞാൻ കൈകാര്യം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മയക്കുമരുന്ന് കഴിക്കുമെന്നാ പറയുന്നത്. അത് നമ്മള് ചെറുപ്പത്തിലെ അവർക്ക് നല്ല വളട്ട് കൊടുത്താ നല്ല ഫ്രൂട്ട്സ് വരും. അതിന് ഞാൻ എതിരാണ് അങ്ങനെ ലഹരി എന്ന് പറഞ്ഞ. കാരണം അത് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് സപ്പോർട്ട് ഉണ്ടായാൽ മതി. കുട്ടികൾ ഒറ്റയ്ക്കെടുത്താൽ അവരൊരു ലഹരിയല്ല, അവരൊറ്റയ്ക്കെടുത്താൽ അവർ മഹാപാവങ്ങളാണ്. താങ്ക് യു സർ. ഞാൻ കാണും, എപ്പോഴും കാണും. അർബൻ ബാങ്കിന്റെ പ്രതിനിധിയാണ്. അപ്പൊ സുഖമായിരിക്കുന്നു കാര്യങ്ങൾ? അപ്പൊ ഇവിടത്തേക്ക് ഒരു അവസ്ഥ എങ്ങനെ? ഞങ്ങളൊരു വലിയൊരു പര്യടനത്തിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും അർബൻ ബാങ്കിന്റെ എല്ലാ പിന്തുണയുണ്ട് ഈ യാത്രയ്ക്ക്. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ കുട്ടികളെയാണ്. അതെ അതെ, കുട്ടികളും പെൺകുട്ടികളും. അപ്പോ എനിക്കൊരു നിർദ്ദേശം എന്നുള്ള പറയാനുള്ളത്, അപ്പോ ഈ യാത്രയുടെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് കുട്ടികളുടെ ഈ പാഠ്യപദ്ധതിയിൽ 1ാം ക്ലാസ് മുതൽക്ക് ഈ വിഷയം ഉൾപ്പെടുത്തണം. എന്നാലാണ് നമുക്ക് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെക്കണം എന്നുള്ള. തീർച്ചയായിട്ടും നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതും കൂടെ കൊടുക്കും. എങ്ങനെ പേരെന്താ? എൻ്റെ പേര് സഞ്ജീവ്, ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ മാനേജറാണ്. ഒറ്റപ്പാലത്തേരം തന്നെയാണ്? ഒറ്റപ്പാലത്തേരം തന്നെ. വളരെ സന്തോഷം അങ്ങനെ കാണാൻ പറ്റി. വളരെ സന്തോഷം. പറ്റുമെങ്കിൽ ഒന്ന് കോഴിക്കോട് വരണം. 20ാം തീയതി ഒരു അടിപൊളി പരിപാടി ഉണ്ട് അവിടെ. വലിയൊരു സമ്മേളനത്തിൽ നമ്മൾ വിളിച്ചു പറയും. തീർച്ചയായും. ഈ സന്ദർഭത്തിനോട് ചേർത്ത് പറയാനുള്ളതാണ്, നമ്മുടെ വിദ്യാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഫൗണ്ടേഷനും MG യൂണിവേഴ്സിറ്റിയും ചേർത്ത് നടത്തുന്ന ശില്പശാലകൾ അതെവിടെയാ? എല്ലാ സ്കൂളുകളിലും. ഉദ്ദേശം മാനവ മാറ്റം, നവസമൂഹ രചന, അതാണ് അതിന്റെ നവസമൂഹ രചന. എന്നാ ഇത് ഏപ്രിൽ മുതൽ തുടങ്ങുകയാണ്. തുടങ്ങിക്കഴിഞ്ഞോ? തുടങ്ങിക്കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞു. പറയാൻ വന്നല്ലോ ലക്ഷ്മി. ചേച്ചിയുടെ പേരെന്താ? ഹസ്ബൻഡാണ്. കണ്ടാ പറയത്തില്ല. നടപ്പ് വന്നപ്പോ ഞാൻ വിചാരിച്ചു അയൽവാസികൾ ആരോ ആണ്. അല്ലല്ല, ഞങ്ങള് രണ്ടുപേരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. ഓക്കെ, ഞാൻ ഒരു ക്ലാസ്സിന്റെ അപ്പുറം ഇപ്പുറം പ്രണയിച്ച വല്ലതാണോ? അല്ല, അവസരം കിട്ടിയില്ല. സത്യത്തില് ഇത് ഈ ശലഭ യജ്ഞം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ കഴിയും. വായനയും എഴുത്തും മലകയറ്റവും നമുക്ക് എന്താക്കാം, ഒരു ലഹരിയാക്കി മാറ്റാം. ഒരു ബദലുണ്ട്. നമ്മളത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയണം? ഒരു ബദല് പറയാൻ കഴിയണം. മാഷനോട് ഉടക്കാൻ നിൽക്കരുത്. ഞാൻ രണ്ടുപേരെയും കണ്ടപ്പോ എന്തുവാ മനസ്സിലാക്കി അറിയോ? സോഷ്യൽ സ്റ്റഡീസും ഫിസിക്സും അപ്പുറം ലോകം പറഞ്ഞ് പ്രശ്നമായാന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ ഞങ്ങൾ ബട്ടർഫ്ലൈ ഫൗണ്ടേഷനും. പേരെന്താ അങ്ങയുടെ? എന്റെ പേര് ഹരിദാസൻ. ടീച്ചറിന്റെ പേരോ? രാധ. രാധ ടീച്ചറെ, അപ്പൊ നമ്മളങ്ങോട്ട് നടക്കുക. ഓക്കെ, സുഖമാണല്ലോ സാർ? ഇതുകൂടി ഒന്ന് തീർച്ചയായിട്ടും. അപ്പൊ